ഇതിനാൽ ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വേണമെങ്കിൽ 25 പേര് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 25 പേരെയും കൊണ്ട് നിങ്ങൾ ഒലിവിയയ്ക്ക് അനുകൂലമായി വീഡിയോ ചെയ്യിപ്പിക്കുക. നിങ്ങൾ അവരെ വിളിച്ചു വരുത്തുക. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒലിവിയ ഡിസൈൻസ് അവർ ഇപ്പോഴും കുതിച്ചുയരുന്നു എന്നാണ് സ്വയം പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, സീരിയസ്ലി. പക്ഷെ ഇപ്പോൾ അവരവിടെ പെട്ടിരിക്കുകയാണെന്ന് ഞാൻ ഇനി കേൾപ്പിക്കാൻ പോകുന്ന വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ സ്ഥാപനം പൊളിഞ്ഞടുങ്ങണം, നശിക്കണമെന്നുള്ള ഒരു ഇൻറ്റൻഷനും എനിക്കില്ല. സീരിയസ്ലി ഞാൻ പറയാം, ഒരു ഇൻറ്റൻഷനും എനിക്കില്ല. പക്ഷെ ചെയ്തത് ശുദ്ധ പോകൃത്തനാണ്. പെൺപിള്ളേരടക്കം അവിടെ പെൺപിള്ളേരെ വെച്ചിട്ട് 20, 18, 28 ഇടയിലുള്ള പെൺപിള്ളേരെ വെച്ചിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ കൂത്താട്ടങ്ങള്, പെൺപിള്ളേർക്കെതിരെ യുവമാര് ചെയ്ത പരിപാടികൾ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഇനി ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സിബി അണ്ണൻ പുതിയൊരു വോയിസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സിബി അണ്ണൻ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ഇനി നിങ്ങൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ ഈ പറയുന്ന ഈ ഒലിവിയയ്ക്ക് ഇപ്പം നെഗറ്റീവ് വന്നില്ലേ, ആ സാധനങ്ങളെല്ലാം നിങ്ങൾ പോസിറ്റീവ് ആക്കണം. അവർക്കെതിരെ വീഡിയോ ചെയ്തവരെല്ലാം കൊണ്ട് മാറ്റി ചെയ്യിക്കണം. മാറ്റി ചെയ്യിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ ജോലിയില്ല എന്നുള്ള രീതിയിൽ സിബി അണ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച നിങ്ങൾക്ക് നല്ലത്. ഇവിടെ 3 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങാവുന്ന ഒരു കാര്യം. വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങി ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി പ്രോഫിറ്റ് കിട്ടാവുന്ന, അതായത് വെബ്സൈറ്റ് 50,000 രൂപ മതി മാസം. ടോട്ടൽ എക്സ്പെൻസ് 50,000 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ മാസം 2,500 റെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത്രയും ഭീകരമായ കമ്മീഷൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. AC ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. ഹോസ്റ്റൽ ആവശ്യമില്ല. ഒരു ടെൻഷനും ഇല്ല. എത്ര ബാലൻസ് വന്നാലും അടുത്ത ദിവസങ്ങളിൽ കസ്റ്റമർ 1-2 മാസം വീണ്ടും ഈ വെബ്സൈറ്റിൽ കയറി കാണുകയും അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഡെസ്ക്ടോക്ക് വരുന്നില്ല. കൂടാതെ സോൾഡ് ഔട്ട് ആവും. കസ്റ്റമർ ഒന്നും തന്നെ നെഗറ്റീവ് ആവുന്നില്ല. നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. എവിടെ നിന്നും വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. സ്റ്റാഫിൽ തന്നെ അപ്ലോഡ് ചെയ്തോളും വെബ്സൈറ്റിലേക്ക്. യാതൊരു ടെൻഷനും ഇല്ലാതെ ഷോർട്ട് ഉണ്ടാവത്തില്ല, കംപ്ലൈൻറ്റ് ഉണ്ടാവത്തില്ല, മോശം ഉണ്ടാവത്തില്ല, സൂപ്പർവൈസിൻ്റെ ആവശ്യമില്ല, പിന്നെ ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതൊന്നും തന്നെ ഇല്ലാതെ വളരെ ലാഭകരമായി. അപ്പോൾ ഞങ്ങൾക്ക് 490 590 ആക്കി കൊടുക്കാം. 1000 സ്ഥാനത്ത് 250 പോയാൽ മതി. പ്രോഫിറ്റബിൾ ആണ്. യാതൊരു ടെൻഷനും ഇല്ലാതെ പോകാവുന്ന ഒരു പ്രസ്ഥാനം. എന്നെ കൊണ്ട് കുറേ അധികം പേർ ജീവിക്കട്ടെ എന്ന് കരുതി 3 വർഷം കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളോട് കടന്നു പോയിട്ട് പോലും നമ്മൾ നിർത്താതെ, പലപ്പോഴും അച്ഛനും താല്പര്യമില്ലായത് വെബ്സൈറ്റ് മാത്രം മതി എന്ന് 100 പ്രാവശ്യം പറഞ്ഞതാണ്. ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട്ടിൽ ചേർത്ത് നിർത്തേണ്ട, ഈ വീടുമായിട്ട് ബന്ധപ്പെടേണ്ട പല വിഷയങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടും നിങ്ങളെ സഹോദരങ്ങളെ പോലും ചേർത്ത് നിർത്തി ഇത് ചെയ്തപ്പോൾ നമ്മൾ ചെയ്യാത്ത തെറ്റിനെ ഇന്ന് വരെ നിങ്ങളോട് കണ്ടിരിക്കുന്ന 100% ആത്മാർത്ഥയാണ്. ഇന്ന് വരെ ഒരു വ്യക്തിയെ മുഖത്ത് നോക്കി ഞാൻ ചൂടായിട്ടില്ല, ദേഷ്യപ്പെട്ടില്ല. എന്തെങ്കിലും ദേഷ്യപ്പെടുമെങ്കിൽ ഗ്രൂപ്പിലൂടെ, അത് ഒരാൾ ചെയ്താലും ഗ്രൂപ്പിലൂടെ മാത്രമേ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. അതൊരു ആത്മാർത്ഥം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിൽസൺ കൊടുക്കുന്ന ഫുഡ് മോശമായപ്പോൾ അതിനും ബെറ്റർ ഫുഡ് തരാൻ ശ്രമിച്ചു. അങ്ങനെ ഓരോ കാര്യത്തിലും ഹോസ്റ്റലിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചു. അത്ര കെയർ ചെയ്ത് പോയിട്ട് ഒരു ദിവസം AC തണുപ്പില്ലെങ്കിൽ പെട്ടെന്ന് വിളിച്ച് ക്ലീൻ ചെയ്ത് തണുപ്പ് വരുന്നു. അണ്ണ എന്തായാലും കുറെ പഠിച്ചു കേട്ടാ. ഇപ്പൊ പിള്ളേരുടെ സംസാരിക്കുന്ന രീതിയിൽ കുറെ മാറ്റം ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ഈ ബുദ്ധിമോശം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഗ്രൂപ്പിൽ കൊണ്ടിട്ട് നിങ്ങളുടെ ബിസിനസ് രീതിയാണ്, ഓക്കെ, ഗ്രൂപ്പിൽ കൊണ്ടിട്ട് വീണ്ടും സംസാരിച്ച് നാട്ടുകാർ വീണ്ടും ഇതുപോലെ വോയിസ് ഷെയർ ചെയ്ത് വീണ്ടും ഏറിയാറ്. ഇതാണ് അണ്ണൻ്റെ സ്ഥിരം പരിപാടി. എന്തായാലും നേരത്തെ തൊട്ടതിനും പിടിച്ചതിനും ഫൈൻ അടിച്ചുകൊണ്ടിരുന്ന അണ്ണൻ്റെ വായിലെന്ന് ഈ 6 മിനിറ്റുള്ള വോയിസിൽ ഫൈൻ എന്ന് പറയുന്ന സാധനം വന്നില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. എൻജോയ് ചെയ്യുന്ന സൗകര്യം എല്ലാം ഒരുക്കി തന്നിട്ട് ഇങ്ങനൊരു ഫാൾട്ട് വന്നപ്പോൾ ഇതിനെല്ലാം കാരണക്കാർ നിങ്ങളാണ്. കാരണം ഒന്നും ഞാൻ ചെയ്ത തെറ്റ് ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവരാൻ പാടില്ല. 2, നിങ്ങൾ കൂടെ വരുന്നവരെ ആരാണ്, എന്താണ്, എങ്ങനെയാണ് നോക്കി പോയിരുന്നെങ്കിൽ ഇങ്ങനെ പോയൊരു കമന്റ് ഒന്നും വരത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു അർമാദിക്കുക, 30, 40, 45 ഒക്കെ മേടിച്ചിട്ട് പോവുക, ആരും വിശ്വസിക്കാത്ത ശമ്പളം മേടിക്കുക. നിങ്ങൾ എന്റെ പൊന്നണ്ണ, ശമ്പളത്തിന്റെ കാര്യമൊന്നും പറഞ്ഞ് ഇനി നന്മ വരാകാൻ നോക്കരുത്. ഇപ്പൊ അണ്ണൻ അറിയാം ഗ്രൂപ്പിൽ ഇടുന്ന വോയിസുകൾ പുറത്തു പോകും എന്ന് അണ്ണൻ അറിയാം. അതുകൊണ്ട് അണ്ണൻ എന്താ 40, 50 ഒക്കെ വാങ്ങുന്നത് നിങ്ങൾ അർമാദിക്കുന്നു ഗൈസ്. എന്റെ പൊന്നണ്ണ ഇപ്പം എന്തായാലും കുറച്ചൊക്കെ ബോധം വീഴുന്ന അണ്ണൻ. കാരണം ആ ലെവലിൽ നിൽക്കുന്നുണ്ട് ചവിട്ടി അങ്ങും തൊടാതെ. നിങ്ങളുടെ കുടുംബവും അർമാദിക്കുക. നമ്മൾ ടെൻഷൻ അടിച്ച് അസ്ഥികൂടമായി മുടിയും കൊഴിഞ്ഞ് നമ്മൾ ഒരു പരിവാകുക. ആ ചിത്രം ഇതുകൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അത് അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്ത തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണം, മാപ്പ് പറയണം. നിങ്ങളുടെ അവിടെ നിന്ന് ദുരിതം അനുഭവിച്ച കുട്ടികൾക്ക് നിങ്ങൾ
ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എങ്കിൽ ഈ പറയുന്ന ഇരിപ്പ് വശമൊക്കെ ജട കൊഴിഞ്ഞ ചിങ്കം ഒക്കെ മാറും. ഇനിയും യൂട്യൂബിലോ ഇനിയൊരു വീഡിയോ ഇവിടുന്ന് ഉണ്ടായിരിക്കുന്നതല്ല. ആയതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആരൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ടോ ഇനിയാണ് കഥ. ഇത്ര നേരം കേട്ടത് നിങ്ങൾ വെറും ട്രെയിലർ. അപ്പോൾ ഇനിയാണ് കഥ വരുന്നത്. കേട്ടോക്കാം. അവരുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ജോലി വേണം, നിങ്ങളുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമല്ല. എനിക്ക് കഞ്ഞി കുടിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇതിൽ ഒരു വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 2-3 ദിവസത്തെ ടെൻഷൻ കാണും. കാരണം ചോദിച്ചാൽ പെട്ടെന്ന് ഇത്രയും പടുത്ത് ഉയർത്തിക്കൊണ്ട് പെട്ടെന്ന് പുറത്തോട്ട് വീഴുമ്പോൾ അതിൻ്റെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരെ നിങ്ങളൊന്നും ആത്മാർത്ഥ ആരൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അവിടെ കിട്ടാനും പോകുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇനി ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഞങ്ങൾ യൂട്യൂബിൽ പബ്ലിസിറ്റി കൊടുത്തത്. അപ്പൊ ആയതിനാൽ ഇനിയും എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രതീക്ഷ വേണമെങ്കിൽ 25 പേര് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 25 പേരെ കൊണ്ട് നിങ്ങൾ ഒലിവയ്ക്ക് അനുകൂലമായി വീഡിയോ ചെയ്യിപ്പിക്കുക. അപ്പോ യൂട്യൂബ് വഴി ഈ ഒലിവിയക്കെതിരെ വീഡിയോ ചെയ്ത 25 ഒരു കണക്കിൽ പറഞ്ഞതാണ്. ഈ 25 പേരെയും കൊണ്ട് ഈ പറയുന്ന ഒലിവിയക്ക് അനുകൂലമായി വീഡിയോ ചെയ്യിപ്പിക്കണം. അതാണ് ഇപ്പൊ അവിടെ ഉള്ള സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക്. നല്ല 1-ാം തരം ടാസ്ക് കേട്ടോ. നോക്കിയിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ, അനുകൂലമായിട്ട് അല്ലേ. അപ്പോൾ ഈ മുന്നോട്ട് വന്ന പെൺകുട്ടികൾ അനുകൂലമായിട്ടല്ലേ. നിങ്ങൾ അവരെ വിളിച്ചു വരുത്തുക, ഇവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, ഇങ്ങനത്തെ പശ്ചാത്തലം ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുക. ഇവിടുത്തെ സാഹചര്യം നമ്മൾ അവിടെ വന്നിട്ട് നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കി ബോധ്യപ്പെടണം അല്ലേ? അതെന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. അവിടെ വരുന്നു, നിങ്ങളുടെ സ്ഥാപനത്തിനെ പൊക്കി പറയുന്നു, വെള്ള പൂശുന്നു. ഇതല്ലാണ്ട് എന്തെങ്കിലും പുതുതായിട്ട് കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അതിൽ ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ വരുന്നു, നിങ്ങളെ സ്റ്റാഫുകൾ ഒന്നടങ്കം നിന്ന് ഒരുപോലെ പറയുന്നു, നിങ്ങളുടെ അച്ചു മേഡം ഒരുപോലെ പറയുന്നു, ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നു. ഇതെല്ലാം കേട്ട് ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ടിട്ട് എന്തിനാ അല്ല, അവിടെ നിന്ന് മോശം അനുഭവം ഉണ്ടായ പെൺകുട്ടികൾ സംസാരിക്കണം. അവർക്കാണ് സംസാരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കേണ്ട. മനസ്സിലായോ? നിങ്ങളിനി സംസാരിക്കണ്ട. കാരണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നു, എന്താ എവിടെ ഏതാ ഒക്കെ ആണെന്ന്. ഇനി സംസാരിക്കേണ്ട ആ പെൺകുട്ടികളാണ്. മനസ്സിലായോ? കേസിൽ ഇരുന്ന് ബോധ്യപ്പെടുത്തുക. നിങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞാൽ മതിയല്ലേ? ഞങ്ങൾ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഇത്രയും നാൾ നിന്നു, നിങ്ങൾ 10-40 മേടിച്ച സാലറികൾ, നിങ്ങൾ ചെയ്ത എൻജോയ്മെന്റ്, റിലാക്സ് ആയ ജോലി, ഇഷ്ടമുള്ള അവധി എടുക്കാനുള്ള സൗകര്യം, പേഴ്സണൽ കോളേജിലുള്ള സൗകര്യം. ഇഷ്ടമുള്ളപ്പോൾ അവധിയൊക്കെ എടുക്കാം, പക്ഷെ ഫൈൻ അടയ്ക്കണം അല്ലേ? ഇതെല്ലാം അണ്ണാന്റെ നിയമം. ഇഷ്ടമുള്ളപ്പോൾ അവധിയൊക്കെ എടുത്തിട്ട് നിരത്തി ഫൈൻ അടയ്ക്കണം. ഇതാണ് അണ്ണാന്റെ നിയമം. എല്ലാം നിങ്ങൾ അനുഭവിക്കാനൊക്കെ അവസരം തന്നിട്ട് എന്നിട്ട് ഞങ്ങൾ മാത്രം ക്രൂശ് കയറി വീണ്ടും നിങ്ങൾ ആ പരിപാടി ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും 100% ഇനി വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. നിർത്തി ഓരോരുത്തർ വീട്ടിൽ പോയി ഒരു പരാതിയില്ല, ഒരു സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതോ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും യോജിച്ചിരുന്ന് 25 വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ 25 ആദ്യം വന്ന കുട്ടികാര്യം ഞങ്ങൾ ഏറ്റു. അത് നിയമപരമായി ഏതറ്റം വരും, സുപ്രീം കോടതി വരെ പോലും ഞങ്ങൾ പോകും. അതിനായിരുന്നു നിങ്ങൾ ഏറ്റെടുക്കേണ്ട. അല്ലെങ്കിൽ അതിനും അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി അവരെ വിളിച്ചു വരുത്തുക. നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ സഹായിക്കാൻ പറയാം. നിങ്ങൾ 10-30-35 വീട്ടിൽ പഠിച്ചിട്ട് പോയല്ലേ? അവർക്ക് ഈ പകുതി പോലും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വീട്ടുന്നില്ലല്ലോ. അപ്പൊ ഭർത്താക്കന്മാര്, ആങ്ങളമാര്, അപ്പന്മാര്, ബന്ധുക്കാരൊക്കെ ഇല്ല നിങ്ങളുടെ വീട്ടിൽ. അവരുമായി ബന്ധപ്പെടുക, ഇവരുമായി മിങ്കിൾ ചെയ്യുക, ഇവരുടെ അടുത്ത് എത്തുക, സംസാരിക്കുക, വിളിച്ചുകൊണ്ട് ഇവരെ കൊണ്ടുവരിക, ഇവിടുത്തെ സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ഈ എത്ര പേര് ചെയ്ത 50 പേര് വീഡിയോ ചെയ്തെങ്കിൽ 50 പേരെ കൊണ്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തി വീട്ടിൽ ഫാദറുണ്ട് ഒന്ന് ഇറങ്ങട്ടെ, അമ്മയുണ്ട് ഇറങ്ങട്ടെ, ആങ്ങളുണ്ട് ഇറങ്ങട്ടെ, ഭർത്താക്കന്മാരുണ്ട് ഇറങ്ങട്ടെ, നിങ്ങൾക്ക് കാമുകന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരെയും കൊണ്ടൊക്കെ ബന്ധപ്പെടുത്തി യോജിച്ചുകൊണ്ട് 50 പേരെ കൊണ്ട് പോസിറ്റീവ് ചെയ്യാത്ത പക്ഷം 100% ഇനിയൊരു സ്റ്റാർട്ടിങ് ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അടിവരയിട്ടാണ് പറഞ്ഞത്. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുക, വീട്ടുകാരോട് സംസാരിക്കുക, ഫാദറോട് സംസാരിക്കുക, കാമുകരോട് സംസാരിക്കുക, ഭർത്താക്കളോട് സംസാരിക്കുക, അവരുമായി ബന്ധപ്പെടുക, അവരെ ബോധ്യപ്പെടുത്തുക, കാര്യങ്ങൾ സംസാരിക്കുക, ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ കരിച്ച മാവിനെ കൊണ്ട് വിഷമിറക്കുന്ന പോലെ അവർ വീട് ചെയ്തൊക്കെ അവർക്ക് അറിയില്ലായ്മയോട് ചെയ്തതാണ്. അവർക്ക് പക്വത കുറവാണ്,
അവർ ചിന്തിച്ചില്ല. അപ്പൊ അവരെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വീഡിയോ ഇടാത്ത പക്ഷം ഒരു കാരണവശാലും 50 പേരുടെ 50 പേര് കൂടി ഇടാത്ത പക്ഷം ഒരു കാരണവശാലും ഒലിവിയ റീസ്റ്റാർട്ട് ചെയ്യുന്നതല്ല 100%. അടിസക്കെ നമ്മുടെ സിവിയണ്ണ ഇനി അപ്പോൾ ഈ പറയുന്ന കടിച്ച പാമ്പുകളെ കൊണ്ട് വിഷം ഇറക്കിച്ചിട്ട് അണ്ണ അടങ്ങും. അപ്പോൾ വിഷവും വെച്ചോണ്ട് അണ്ണ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇറക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും ഞാനില്ല, മനസ്സിലായ കാരണം അത്രയ്ക്ക് ഒരുപാട് പെമ്പിള്ളേർ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളും ഈ കേസുകളും സംസാരിച്ചത്. പിന്നെ ഇതിൽ പെട്ടതാരെന്നറിയാമോ? ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന പിള്ളേരാണ്. നിങ്ങൾക്ക് ഇനി അവിടെ വെറുതെ ഈച്ചടിച്ചിരിക്കാം. കാരണം ഈ 50 പേര് നെഗറ്റീവ് ചെയ്തെങ്കിൽ ആ 50 പേരെയും കൊണ്ട് പോസിറ്റീവ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ സിബി എണ്ണ നിങ്ങൾക്ക് ജോലി തരൂലെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം എന്തായി? ആര് തേഞ്ഞ്? നിങ്ങൾ തേഞ്ഞ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഫുള്ള് ഇടായിപ്പോഴാം, മനസ്സിലായോ? ഇപ്പം ഈ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളെല്ലാം ഒന്നടങ്കം തേഞ്ഞു വെട്ടി പണ്ടാരടങ്ങിയിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അപ്പോൾ സിബി എണ്ണൻ അറിഞ്ഞ് കളിക്കുക, മനസ്സിലായോ? ഞാൻ ഒരു കാര്യം ഇപ്പോഴും സിബിയണ്ണൻ്റെ പറയാം. സിബിയണ്ണൻ എൻ്റെ വീഡിയോ കാണൂല എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞ് മര്യാദയ്ക്ക് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, നിങ്ങൾ പെൺകുട്ടികളുടെ അടുത്ത് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് നിങ്ങൾ മേലാൽ പറഞ്ഞാൽ അത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ സ്ഥാപനം ഫുള്ള് നിഗൂഢതയാണ്. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഒരു CCTV ഇല്ല. എന്തുകൊണ്ട് CCTV വെച്ചില്ല? കാരണം CCTV വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പെരുമാറുന്ന രീതികളും കാര്യങ്ങളും CCTVയിൽ പതിയും. CCTVയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിലീറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വന്ന് ആരെങ്കിലും CCTV ഫുട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളെ തൂക്കും. നിങ്ങളവിടെ കാണിച്ചത് ആ പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം ബോധപൂർവ്വം CCTV വയ്ക്കാതെ ഇത്രയും വലിയൊരു സ്ഥാപനം കൊണ്ടോടി, മനസ്സിലായോ? അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് അണ്ണൻ ചെയ്ത തെറ്റ് മാപ്പ് പറയുക. ആ പെൺകുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് ഇവിടെ കിടന്ന് മെഴുകിയിട്ടോ ഇനിയുള്ള സ്റ്റാഫ് പിള്ളേർക്ക് ഇതുപോലത്തെ ടാസ്കുകളും കൊടുത്തിട്ട് പിള്ളേരെ വീണ്ടും ജോലിയും കൂലിയും ഇല്ലാണ്ട് ഇരുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഞാനെന്നല്ല, ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നു. ഒരിക്കലും എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്, മണി എന്ന ഫാക്ടറാണ്. പക്ഷേ അതിനപ്പുറം ഒരു സാധനമുണ്ട്, മനുഷ്യത്വം, എത്തിക്സ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വച്ചിട്ടായിരിക്കും ഓരോ വീഡിയോസ് ചെയ്യുന്നത്. പൈസയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്താലും മനുഷ്യത്വ, എത്തിക്സ് എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ വച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പെൺകുട്ടികളവിടെ വന്നത് പേടിയാണ്. നിങ്ങളെ കുറിച്ച് പറയാൻ അവർക്ക് അറപ്പും വെറുപ്പും പേടിയും ഒക്കെയാണ്. ഒരുപാട് കേട്ടതാ നിങ്ങളുടെ സ്ഥാപനത്തിനെ പറ്റി, നിങ്ങളുടെ പെരുമാറ്റത്തിനെ പറ്റിയൊക്കെ. അതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ സിബി അണ്ണ. അല്ലാണ്ട് ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ടാസ്കും കൊടുത്തു വിട്ട് ഇനി ഈ നെഗറ്റീവ് ചെയ്തവരെ പോസിറ്റീവ് ആക്കിയിട്ട് മതി നിങ്ങൾക്ക് ജോലി എന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ട് ഒരു കാര്യമില്ല, ഒന്നും നേദിക്കാനില്ല, മനസ്സിലായോ? എന്തായാലും സിബി അണ്ണ അത്രേ ഉള്ളൂ. പിന്നെ കൺമണിക്കെതിരെ കേസൊക്കെ കൊടുത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം കൺമണിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ സംസാരിച്ചില്ലേ, നിങ്ങൾക്കെതിരെ പെൺകുട്ടികൾ മുന്നോട്ട് വരും, മനസ്സിലായ? വരുത്തും. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വോയിസിൽ ഇപ്പം എൻ്റെ വീഡിയോയിലായാലും വോയിസിൽ കേൾക്കാത്തതിനപ്പുറം ഒരുപാട് പെൺകുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൺമണിക്കും എതിരെ കേസുമായിട്ട്, കള്ളക്കേസുമായിട്ട് പോകുമ്പോൾ ഈ പെൺകുട്ടികളെല്ലാം മുന്നോട്ട് വരും. പിന്നെ നിങ്ങളായിരിക്കും പെടുന്നത്. അതുകൊണ്ട് ചെയ്തത് തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് മാപ്പും പറഞ്ഞ് അത് എന്താണ് പരിഹാരം ചെയ്തു കൊടുത്താൽ നിങ്ങൾക്കും നല്ലത്, നിങ്ങളുടെ സ്ഥാപനത്തിനും നല്ലത്. തെറ്റ് ചെയ്തവൻ തെറ്റേറ്റ് പറഞ്ഞാൽ ഒരു 80% ആൾക്കാരെങ്കിലും ചിലപ്പോൾ പുറത്തന്നിരിക്കും. പക്ഷെ അത് ഏറ്റ് പറയണം. അത് പറയുന്നതിൽ കഴമ്പ് വേണം. എന്തായാലും സിബി എണ്ണ കളിക്കുന്നിടത്തോളം മാക്സിമം കളിക്കും. എന്തായാലും നിങ്ങളുടെ പിള്ളേർ വീണ്ടും ഇപ്പോഴിരിക്കുന്ന പിള്ളേരെ കൂടെ നിങ്ങൾ കഞ്ഞികൂടി മുട്ടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചല്ല. നന്നായി.